الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم ونستغفرك لما لا نعلم. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ മുജാദലയുടെ തഫ്സീറാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ ആരംഭിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ദിഹാർ എന്ന ഒരു ആചാരം, അത് ഇസ്ലാമിൽ ആദ്യമായി നടപ്പിലായതിനെക്കുറിച്ച്, പിന്നീട് അതിൻ്റെ നിയമങ്ങളെക്കുറിച്ച് ആണ് ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫി സൗജിഹാ വതശ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. ഖദ് സമിഅ അല്ലാഹു കേട്ടിരിക്കുന്നു, ഖൗലല്ലതി ആ സ്ത്രീയുടെ വാക്ക്. ആരാണവർ? തുജാദിലുക ഫി സൗജിഹാ, അവരുടെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഓ നബിയെ താങ്കളോട് സംസാരിക്കുന്ന, തർക്കിക്കുന്ന അവരുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു. വതശ്തകി ഇലല്ലാഹ്, അള്ളാഹുവിനോട് അവർ ആവലാതി പറയുകയും ചെയ്യുന്നു. വല്ലാഹു യസ്മഉ, അള്ളാഹു കേൾക്കുന്നു. തഹാവുറകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും സംസാരം അള്ളാഹു കേൾക്കുന്നു. ഇന്നല്ലാഹ സമീഉൻ ബസീർ, അള്ളാഹു സമീഉം ബസീറുമാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. നമ്മൾ പറഞ്ഞു, ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ എന്ന പ്രായമുള്ള സഹാബി വനിതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഈ ഭർത്താവിനെ കുറിച്ച് പരാതി പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ, അൽഹംദുലില്ലാഹില്ലദി വസിഅ സമഉഹുൽ അസ്വാത്ത്, എല്ലാ ശബ്ദവും കേൾക്കുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. കാരണം അവർ വന്ന് നബിയോട് ഈ ആവലാതി പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലുണ്ട്. പക്ഷെ അവർ പറയുന്നു, ഞാൻ മുഴുവൻ കേൾക്കുന്നില്ല. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അത് കേട്ട് ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായി. അല്ലദീന യുദാഹിറൂന, നമ്മൾ പറഞ്ഞു ആ സ്ത്രീയുടെ ഭർത്താവ് ആരാണ്? ഔസ് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു. ഔസ് ഇബ്നു സാമിത്ത് എന്ന ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. അദ്ദേഹം പ്രായമേറി, അദ്ദേഹം ദരിദ്രനും, ചില റിവായത്തുകൾ അദ്ദേഹം അന്ധനുമായിരുന്നു എന്ന് കാണാം. ഈ സഹാബി വനിതയുടെ ഖൗല റളിയല്ലാഹു അൻഹയുടെ ഉപ്പാന്റെ സഹോദരന്റെ മകൻ തന്നെയാണ് അവർ. അദ്ദേഹം ഇവരുടെ ഉപ്പാന്റെ സഹോദരന്റെ മകൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത്, ഉപ്പാന്റെ സഹോദരന്റെ മക്കൾ, ഉമ്മാന്റെ സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരിയുടെ മക്കൾ, അവർ മഹറമുകളല്ല. അവർ വിവാഹം ചെയ്യൽ അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ അന്യ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ പാലിക്കുന്ന മര്യാദകൾ അവർ തമ്മിൽ പാലിക്കേണ്ടതുണ്ട്. പെങ്ങന്മാരാണെന്നും ആങ്ങളമാരാണെന്നും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ പറയാറുള്ളത്. അതിനനുസരിച്ച് സ്വന്തം പെങ്ങളെപ്പോലെ ആങ്ങളെപ്പോലെ അടുത്ത് പെരുമാറുകയും ചെയ്യുന്നു. വലകുടി ബന്ധമുണ്ടെങ്കിൽ ശരി, അതാവാം. ചില വീടുകളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അനിയത്തിയും താത്തയും ഒരുമിച്ച് ഒരേ ഏകദേശം അടുത്ത സമയത്ത് പ്രസവിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മുല കൊടുക്കും. അങ്ങനെ റദാഅത്ത് ഉണ്ടായിട്ടുണ്ടോ? ശരി, ആ കുട്ടികൾ തമ്മിൽ സഹോദരങ്ങൾ തന്നെ, അല്ലെങ്കിൽ അവർ അന്യർ തന്നെയാണ്. ഏതർത്ഥത്തിൽ? വിവാഹബന്ധം ഹലാലാണ് എന്ന കാര്യത്തിൽ. കുടുംബബന്ധമുണ്ട്, ശരി, പക്ഷെ കുടുംബബന്ധമുള്ളവരെല്ലാം മഹറമുകളല്ലല്ലോ. കുടുംബബന്ധമുള്ളവരെല്ലാം പരസ്പരം മഹറമുകളല്ല. വിവാഹബന്ധം ഹറാമല്ല എല്ലാവരും തമ്മിലും. വിവാഹബന്ധം ഹറാമായ ആളുകൾ തമ്മിലാണ് ആ നിലക്ക് അടുത്തിടപഴകാൻ ആണും പെണ്ണും തമ്മിൽ പാടുള്ളൂ. ശരി, ഇദ്ദേഹം ഔസ് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു, ഖൗല റളിയല്ലാഹു അൻഹ അവരുടെ ഭർത്താവാണ്, അതോടൊപ്പം ഉപ്പാന്റെ സഹോദരന്റെ മകനുമാണ്. അദ്ദേഹം തന്റെ ഭാര്യയെ ലിഹാർ ചെയ്തു. ജാഹിലിയത്തിലെ സമ്പ്രദായമാണ് ലിഹാർ, അഥവാ ഭാര്യയോട് എനിക്ക് ഇന്ന് മുതൽ എൻ്റെ ഉമ്മയെ പോലെയാണെന്ന് പറയുക. ജാഹിലിയത്തിൽ അതോടെ തലാഖ് നടക്കും, വിവാഹബന്ധം വേർപെടും. എന്നാൽ ഇസ്ലാമിൽ അത് തലാഖല്ല. പക്ഷെ അത് ചെയ്തവൻ
ഭാര്യയുമായി പിന്നെ ബന്ധപ്പെടണമെങ്കിൽ അവൻ കഫാറത്ത് നൽകേണ്ടതുണ്ട്, പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത്, അല്ലദീന യുദാഹിറൂന മിൻകും മിൻ നിസാഇഹിം, നിങ്ങളിൽ നിന്ന് തൻ്റെ ഭാര്യമാരെ ദിഹാർ ചെയ്യുന്നവർ മാഹുന്ന ഉമ്മഹാതിഹിം, മാഹുന്ന ഉമ്മഹാതിഹിം, അവരൊരിക്കലും അവരുടെ ഉമ്മമാരല്ല. മാഹുന്ന ഉമ്മഹാതിഹിം, അവർ ഇവരുടെ ഉമ്മമാരല്ല. ഇൻ ഉമ്മഹാതുഹും, ഈ പുരുഷന്മാരുടെ ഉമ്മമാരെന്നാൽ ഒരു കൂട്ടർ മാത്രമാണ്. ആരാണവർ? ഇൻ ഉമ്മഹാതുഹും, ഈ പുരുഷന്മാരുടെ ഉമ്മമാരല്ല. ഇല്ലല്ലായി വലദ്നഹും, അവരെ പ്രസവിച്ചവരൊഴികെ. പ്രസവിച്ച ഉമ്മയാണ് ഉമ്മ. ഭാര്യയോട് ഇവൻ നീ എൻ്റെ ഉമ്മയെ പോലെയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഉമ്മയാവുകയില്ല. വഇന്നഹും ലയഖൂലൂന, തീർച്ചയായും അവർ പറയുന്നത് മുൻകറം മിനൽ ഖൗൽ, മുൻകറം മിനൽ ഖൗൽ, വാക്കിൽ എങ്ങനത്തെ വാക്കാണ്? മുൻകറായ വാക്കാണ്, തെറ്റായ എതിർക്കപ്പെടേണ്ട വാക്കാണ്. വസൂറൻ, വസൂറൻ കളവാണത്. ഇമാം ഇബ്നു കസീർ പറഞ്ഞു ഐ കലാമൻ ഫാഹിഷൻ ബാത്തിലൻ. മുൻകറം മിനൽ ഖൗലി വസൂറൻ എന്ന് പറഞ്ഞാൽ കലാമൻ ഫാഹിഷൻ ബാത്തിലൻ, മോശമായ വാക്കാണ്, ബാത്തിലായ വാക്കാണ്, അത് വ്യർത്ഥമായ വാക്കാണ്. ആ വാക്ക് അത് പരിഗണിക്കപ്പെടുകയില്ല, അത് സാധുവല്ല. മുൻകറം മിനൽ ഖൗലി വസൂറ വഇന്ന അല്ലാഹ ലഅഫൂൻ ഗഫൂർ, അല്ലാഹു അഫൂവും ഗഫൂറുമാണ്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ മാപ്പാക്കുന്നവനും ഏറെ പൊറുക്കുന്നവനുമാണ്. വല്ലദീന യുദാഹിറൂന മിൻ നിസാഇഹിം, ആരാണോ തങ്ങളുടെ ഭാര്യമാരെ ദിഹാർ ചെയ്യുന്നത്, ഈ ജാഹിലിയത്തിലെ സമ്പ്രദായം ആരെങ്കിലും ഇനി ചെയ്യുന്നുണ്ടോ, സുമ്മ യഊദൂന ലിമാ ഖാലു, എന്നിട്ട് അവൻ പറഞ്ഞതിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, പറഞ്ഞത് പിൻവലിച്ചു എങ്കിൽ ഫതഹ്രീറു റഖബ, ഫതഹ്രീർ എങ്കിൽ മോചിപ്പിക്കണം, സ്വതന്ത്രമാക്കണം. റഖബ ഒരു അടിമയെ. റഖബത്ത് എന്ന വാക്ക് കഴുത്തിനാണ് പറയുക, അതിൻ്റെ നേരെ ഭാഷയിൽ അർത്ഥം കഴുത്തെന്നാണ്. അഥവാ അടിമയെ അവൻ്റെ കഴുത്തിൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള അടിമത്തത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് മോചിപ്പിക്കലാണ്. ചങ്ങല ഒരാൾക്ക് കഴുത്തിൽ ഇട്ടിട്ടുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് അയാളുടെ കഴുത്തിന് ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക. അതുകൊണ്ടാണ് ആ പേര് പിന്നെ അടിമമോചനത്തിന് ഉപയോഗിക്കുന്നത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞാലോ ഫക്കു റഖബ, റഖബത്ത് മോചിപ്പിക്കൽ, കഴുത്ത് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടിമയെ മോചിപ്പിക്കൽ. ഫതഹ്രീറു റഖബത്തിൻ, തഹ്രീറു റഖബ എന്ന പോലെ തന്നെയാണ് ഫക്കു റഖബ, ഫക്കു റഖബ മോചിപ്പിക്കുക. മിൻ ഖബ്ലി അൻ യതമാസ്സ, മിൻ ഖബ്ലി മുമ്പ്, അൻ യതമാസ്സ അവർ പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പ്. വദാലികും തുഅദൂന ബിഹ്, അതാണ് നിങ്ങളോട് ഉപദേശിക്കപ്പെടുന്നത്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഖബീറാണ്, അവൻ ഒന്നും വിടാതെ അറിയുന്നവനാണ്. ഫമൻ ലം യജിദ്, ആർക്ക് ഇത് കിട്ടുന്നില്ലയോ, അഥവാ ഒരടിമയെ മോചിപ്പിക്കാൻ അവന് സൗകര്യമില്ലയോ, അവന് കഴിവില്ലയോ എങ്കിൽ ഫസിയാമു ഷഹ്റൈനി മുതതാബിഐൻ, ഫസിയാമു എങ്കിൽ നോമ്പാണ്, ഷഹ്റൈനി 2 മാസം, മുതതാബിഐൻ തുടർച്ചയായി 2 മാസം നോമ്പെടുക്കണം. ഇടക്ക് വിടവുണ്ടാകാൻ പാടില്ല, ഇടക്കൊരു ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. മിൻ ഖബ്ലി അൻ യതമാസ്സ സ്പർശിക്കുന്നതിന് മുമ്പ്. ഫമൻ ലം യസ്തതി, അതിന് സാധിക്കുന്നില്ലെങ്കിൽ, അതിന് ആരോഗ്യമില്ല കഴിവില്ല എങ്കിൽ ഫഇത്ആമു എങ്കിൽ ഭക്ഷണം കൊടുക്കണം 60 മിസ്കീന, 60 സാധുക്കൾക്ക്, 60 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കണം. ذلك لتؤمنوا بالله ورسوله, ذلك അത് لتؤمنوا بالله നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കാൻ വേണ്ടി, വറസൂലിഹി അവൻ്റെ റസൂലിലും വിശ്വസിക്കാൻ വേണ്ടിയാണിത്. ഈമാനിൻ്റെ അടയാളമാണ് അള്ളാഹു പറഞ്ഞ പ്രായശ്ചിത്തം ഒരാൾ ചെയ്യുക എന്നത്. ഈമാനിൻ്റെ അടയാളമാണ് അള്ളാഹു പറഞ്ഞ പ്രായശ്ചിത്തം ഒരാൾ ചെയ്യുക എന്നത്. കാരണം അവനിത് ചെയ്തോ ഇല്ലേ എന്നുള്ളത് അള്ളാഹു മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹുവിലും അവൻ്റെ റസൂലിലും ഒരുവന് വിശ്വാസമുണ്ട് എന്നതിനുള്ള തെളിവാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ട ഒരു തെറ്റ് സംഭവിച്ചാൽ പ്രായശ്ചിത്തം കൊടുക്കുക എന്നത്. വതിൽക ഹുദൂദുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ ഹദ്ദുകളാണ്, അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളാണ്, അത് ലംഘിക്കരുത്. വലിൽ കാഫിരീന അദാബുൻ അലീം, കാഫറുകൾക്ക് ഈ ദീനിൽ പ്രവേശിക്കാത്ത, ഈ ദീനിനെ നിഷേധിക്കുന്നവർക്ക് അദാബുൻ അലീം വേദനയേറിയ ശിക്ഷയുണ്ട്. നമ്മൾ പറഞ്ഞു ഖൗല
റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഈ പരാതി പറയുകയുണ്ടായി. ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഇത് നീ എനിക്ക് എൻ്റെ ഉമ്മയെ പോലെയാണ്. അദ്ദേഹത്തിന് വയസ്സായി, ചില ആളുകൾക്ക് ചിലപ്പോൾ പ്രായം ചെന്നാൽ അവരുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കും. അപ്പോൾ ഭർത്താവിനെ കുറിച്ച് ഖൗല റളിയല്ലാഹു അൻഹ വന്ന് റസൂലുള്ളാഹിനോട് പരാതി പറഞ്ഞു, വയസ്സായി, ഇപ്പം സ്വഭാവം മാറിയിരിക്കുന്നു, ഇപ്പം എന്നെ ഇങ്ങനെ ദിഹാർ ചെയ്തിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതുപോലെ എന്താണ് അക്കല ഷബാബി, എൻ്റെ യൗവനം തിന്നു തീർത്തു. വളരെ ചെറുപ്പത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. വനഫറ ലഹു ബത്നി, എൻ്റെ വയറ് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് മക്കളെ പ്രസവിച്ചു. എന്നിട്ട് ഇപ്പോൾ എനിക്ക് വയസ്സായപ്പോൾ ഇതാ വാഹറ മിന്നി, എന്നെ വിഹാർ ചെയ്തിരിക്കുന്നു. അവർ പറഞ്ഞു എന്താണ് അക്കല ഷബാബി വനഫറത് ലഹു ബത്നി ഹത്ത ഇദാ കബറ സിന്നി വൻഖതഅ വലദി ളാഹറ മിന്നി, എനിക്ക് വയസ്സായി, ഇനി ഞാൻ പ്രസവിക്കൂല എന്നുള്ള അവസ്ഥ വന്നു, ഇപ്പം ഇതാ എന്നെ ലിഹാർ ചെയ്യുന്നു. എന്നിട്ട് അവർ മുകളിലേക്ക് നോക്കി അള്ളാഹുവിനോട് ഇങ്ങനെ അവലാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ഈ സാധുവായ സ്ത്രീക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവതരിപ്പിക്കുന്നു. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. അള്ളാഹു തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ താങ്കളോട് സംസാരിക്കുന്നവളുടെ ശബ്ദം കേട്ടിരിക്കുന്നു, നിങ്ങളുടെ സംഭാഷണം അള്ളാഹു കേൾക്കുന്നു. അള്ളാഹു സമീഉൻ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അപ്പോൾ റസൂലുള്ളാഹി എന്നിട്ട് ഈ ആയത്തുകൾ അവതരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അവരോട് പറഞ്ഞു, ഭർത്താവിനോട് പറയ് ഫലിഉതിഖ് റഖബ, ഒരടിമയെ മോചിപ്പിക്കട്ടെ. അപ്പോൾ ഖൗല റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ ഇൻദഹു മാ യുഅതിഖ്, അടിമയെ മോചിപ്പിക്കാൻ കഴിവില്ലാത്ത സാധുവാണ്. ഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫലിയസും ഷഹ്റൈൻ മുതതാബിഈൻ, നബിയെ അവരോട് പറഞ്ഞു എന്നാൽ 2 മാസം നോമ്പ് വെക്കാൻ പറയും. അപ്പോൾ അവർ പറഞ്ഞു വല്ലാഹി ഇന്നഹു ലശൈഖുൻ കബീർ മാ ബിഹി മിൻ സിയാമിൻ, സാധാരണ നോമ്പ് തന്നെ നിർബന്ധമില്ലാത്ത പ്രായമുള്ള ആളാണ്. ചില റിവായത്തുകൾ കാണാം ഭക്ഷണം കഴിക്കാതിന്റെ പിന്നെ അദ്ദേഹത്തിന് കണ്ണ് കാണുകയില്ല, പ്രായം ചെന്ന് അങ്ങനെ ആയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫലിയുത്ഇം 60 മിസ്കീനൻ വസ്ഖം മിൻ തംറിൻ, എങ്കിൽ 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ. ഒരു വസ്ഖ് തംർ, വസ്ഖ് എന്നതൊരു അളവാണ്. 60 സായിനാണ് ഒരു വസ്ഖ് എന്ന് പറയുക. പഴയ കാലത്ത് ഒരു അളവാണത് വസ്ഖ്. 60 സാ ആണ് ഒരു വസ്ഖ്. സാ എത്രയാണ്? ഏകദേശം 3 കിലോയുടെ അടുപ്പിച്ചിട്ട് വരും. നമ്മൾ സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്നത് ഒരു സാ ആണ്, ഒരു സാ. 4 മുദ്ദാണ് ഒരു സാ, 4 മുദ്ദാണ് ഒരു സാ. 60 സാ ആണ് ഒരു വസ്ഖ്. അതുകൊണ്ട് 60 സാ അഥവാ ഒരു വസ്ഖ് കൊടുക്കുക 60 പേർക്ക്, ഒരാൾക്ക് ഒരു സാ വെച്ച് കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു വല്ലാഹി യാ റസൂലല്ലാഹ് മാ ലക ഇൻദഹു, അതുമില്ല കയ്യിൽ, അതുമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്നാ സനുഈനുഹു ബിഅറഖിൻ മിൻ തംറിൻ, ഞാൻ സഹായിക്കാം. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഞാൻ സഹായിക്കാം. അപ്പോൾ ഇവർ പറഞ്ഞു യാ റസൂലല്ലാഹ് വഅന സഉഈനുഹു ബിഅറഖിൻ ആഖർ, ഒരു അറഖ് അതൊരു അളവാണ്, ഈത്തപ്പഴം, അത് ഞാൻ സഹായിക്കാമെന്ന് റസൂൽ പറഞ്ഞു. ഇവർ പറഞ്ഞു എന്നാൽ ഒരു അറഖ് ഞാനും സഹായിക്കാം. ഭാര്യയായ ഖൗല പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു ഖദ് അസബ്തി വഅഹ്സൻതി ഫദ്ഹബി വതസദ്ദഖി ബിഹ്, നീ ശരിയാണ് ചെയ്തിട്ടുള്ളത്, ഖൈറാണ് ചെയ്തിട്ടുള്ളത്, ചൊല്ലു, ഭർത്താവിന് വേണ്ടി കൊടുത്തോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇത് പറഞ്ഞയച്ചു. നോക്കൂ, അള്ളാഹുവിൻ്റെ ദീൻ എത്ര എളുപ്പമുള്ളതാണ്. അള്ളാഹു ഒരാളെയും അവർക്ക് കഴിയാത്തത് ഏൽപ്പിച്ചിട്ടില്ല. ഈ ദീൻ അള്ളാഹു എളുപ്പമാക്കിയവർക്ക്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയവർക്ക് വളരെ എളുപ്പമാണ്. ഇത് പ്രയാസമായി തോന്നുക കൽബ് കേടുവന്നിട്ടുള്ള ആളുകൾക്കാണ്. ഈ ദീനിലെ നിർബന്ധമായ കാര്യങ്ങൾ അത് പ്രയാസമായി തോന്നുക, ഈ ദീനിലെ ഹറാമുകൾ ഒഴിവാക്കാൻ പ്രയാസമായി തോന്നുക നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ കൽബിൽ കേടുവന്നതുകൊണ്ടാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക ഇത് എളുപ്പമാക്കി തരാൻ, കാരണം ദീൻ എളുപ്പമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നദ്ദീന യുസ്റുൻ വലൻ യുശാദ്ദദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹ്, ദീൻ എളുപ്പമുള്ളതാണ്. ദീനിനെ ആര് കടുപ്പിച്ചോ അവനെ ദീൻ പരാജയപ്പെടുത്തി കളയും.
ദീനിനെ കടുപ്പിക്കരുത്. കടുപ്പിക്കാൻ എന്തായിപ്പോവും? അവസാനം പറ്റ ദീനില്ലാത്തവനായി പോവും. പല ആളുകളുണ്ട് അങ്ങനെ. നഊദു ബില്ലാഹ്, വേണ്ടാത്ത കടുപ്പിക്കൽ, വിവരമില്ലാതെ കടുപ്പിച്ചു, എന്നിട്ട് അവസാനം ഒന്നുമില്ല. പിന്നെ അവനെ കാണുന്നത് പുസ്താക്കളുടെ കൂടെ, ചെമ്മാടികളുടെയും തോന്നിവാസികളുടെയും വൃത്തികെട്ട ആളുകളുടെയും കൂടെ. കാരണം മനസ്സിലാക്കിയ എന്താ? ഒറ്റടിക്ക് മുഴുവൻ ദീനും ഇന്ന് തന്നെ പാലിക്കണം എന്നാണ് അവൻ തീരുമാനിച്ചത്. അത് സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ അപ്പം മതി, എന്നാ മതി എന്ന് പറഞ്ഞ് ഒഴിവാക്കി അങ്ങ് പോയി. അങ്ങനെയല്ല, മറിച്ച് സഹോദരർക്ക് സാധിക്കുന്നത് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദ്ദിദു വഖാരിബു, സദ്ദിദു വഖാരിബു. നിങ്ങൾ നേരെ നിൽക്കുക, ഏറ്റവും മധ്യത്തിലാണ്, അതിൻ്റെ ഏറ്റവും നടുവിലുള്ള പോയിന്റിലാണ് നിങ്ങൾ എറിഞ്ഞു കൊള്ളിക്കേണ്ടത്. അതിന് സാധിച്ചില്ല, വഖാരിബു, അതിനോട് അടുത്ത് നിൽക്കുക. ഏറ്റവും നടുക്ക് കൊള്ളിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിർത്തിപ്പോവല്ലേ, മദീനൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോവല്ലേ, മടുത്തു പോവല്ലേ. അള്ളാഹുവിനോട് ദുആ ചെയ്യൂ, അടുത്ത് നിൽക്കാൻ ശ്രമിക്കൂ. നിനക്ക് കഴിയുന്നത്ര അടുത്ത്, ഇൻഷാ അല്ലാഹ് അള്ളാഹു നിനക്ക് തൗഫീഖ് ചെയ്യും. എത്രയോ ആളുകൾ അവർ ഒരിക്കലും അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച ഹറാമുകൾ സുന്ദരമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം അവരങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, അവർക്ക് അതിനോട് താല്പര്യമേ ഇല്ല. അള്ളാഹു അവർക്ക് ഈമാനിനോട് മഹബ്ബത്ത് കൊടുത്തിരിക്കുന്നു. സഹാബികളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞതുപോലെ, വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ ഫദ്ലൻ മിനല്ലാഹി വനിഅമഹ വല്ലാഹു അലീമുൻ ഹകീം. വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അള്ളാഹു നിങ്ങൾക്ക് ഈമാനിനോട് ഹുബ്ബ് തന്നിരിക്കുന്നു, ഈമാൻ നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി തന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അത് കിട്ടിയാൽ അവർ രക്ഷപ്പെട്ടു. വസയ്യനഹു ഫീ ഖുലൂബികും, ഈമാനിനെ അള്ളാഹു നിങ്ങളുടെ കൽബിൽ അലങ്കരിച്ചു തന്നിരിക്കുന്നു. വകറഹ ഇലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് വെറുപ്പാക്കി തന്നിരിക്കുന്നു. അൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, കുഫറിനോടും ദീനിൽ നിന്ന് പുറത്തു പോവുക. അൽ ഫുസൂഖ്, ഫുസൂഖ് എന്താ? ഫാസിഖുകളുടെ പ്രവൃത്തി, തെമ്മാടികളും വൃത്തികെട്ടവരുമായ ആളുകളുടെ പ്രവൃത്തി. വൽ ഇസ്യാൻ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അവനോട് അവന്റെ കൽപ്പനക്കെതിരായി ചെയ്യുന്ന പ്രവൃത്തി. ഇതിനോടൊക്കെ അള്ളാഹു നിങ്ങൾക്ക് വെറുപ്പ് തന്നിരിക്കുന്നു. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് സന്മാർഗത്തിന്റെ ആളുകൾ, റുഷ്ദിന്റെ നേരായ വഴിയുടെ ആളുകൾ. ഫദ്ലൻ മിനല്ലാഹി വനിഅമഹ, ഇത് അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ അനുഗ്രഹവുമാണ്. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ വജഅൽനാ മിനർ റാഷിദീൻ. ആമീൻ. അപ്പോൾ അള്ളാഹു ദീൻ എളുപ്പമാക്കിയവന് എളുപ്പമായിരിക്കും. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ, അള്ളാഹു ഒരാൾക്കും കഴിയാത്ത ഏൽപ്പിച്ചിട്ടില്ല. 5 നേരമേ നിസ്കരിക്കണ്ടുള്ളൂ, 50 വക്തിന്റെ പ്രതിഫലം. ഒരു നിസ്കാരം, ഒരു ഫർദ് നിസ്കരിക്കാൻ ആകെ എത്ര സമയം വേണം? ചിന്തിച്ചു നോക്ക്. വളരെ കുറച്ച് സമയം, വളരെ കുറച്ച് സമയം. ഒരു ദിവസത്തെ മുഴുവൻ സമയം ഇതും തട്ടിച്ചു നോക്കിയാൽ ഇത്രയോ കുറച്ചാണ്. പിന്നുള്ളത് സക്കാത്താണ്. പൈസ ഉള്ളവൻ അവന്റെ സമ്പത്ത് മുഴുവൻ കൊടുക്കണ്ട, അതിലെ ഒരു ശതമാനം, ഒരു നിശ്ചിത ശതമാനം മാത്രം, 40% 2.5% എന്ന് പറഞ്ഞാൽ എത്രയാ? 2.5% എന്ന് പറഞ്ഞാൽ 40% അയാളുടെ സമ്പത്ത് 40 ജുസ് ആക്കി തിരിച്ചാൽ ഒരു ഭാഗം മാത്രം. അതാണ് 2.5% എന്ന് പറഞ്ഞാൽ. എല്ലാ ദിവസവും കൊടുക്കണോ? വേണ്ട, വർഷത്തിൽ ഒരു തവണ. സമ്പന്നന് അവന്റെ സമ്പത്തിൽ അതുകൊണ്ട് ഒരു കേടും വരുന്നില്ല, എന്നാൽ പാവപ്പെട്ടവനോ അതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവും. അതുപോലെ നോമ്പ്, അതാ വർഷത്തിൽ ഒരു മാസം മാത്രം, ഹജ്ജ് ജീവിതത്തിൽ ഒരു തവണ മാത്രം, അതിന് കഴിവുള്ള ആളുകൾക്ക്. ഇതിൽ തന്നെ രോഗവും യാത്രയും ഒക്കെ ആകുമ്പോൾ എത്ര ഇളവുകൾ അള്ളാഹു വാജിബാക്കിയതിനാണ്. അതുപോലെ നമുക്ക് ഹറാമാക്കിയത് വൃത്തികെട്ട, നമുക്ക് തന്നെ കേടുവരുന്ന കാര്യങ്ങൾ, അതേ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളൂ. ആരാണ് ബുദ്ധിയുള്ള, ആരാണ് വ്യഭിചാരം ഇഷ്ടപ്പെടുക? മാന്യതയുള്ള ആരാണ് അത് ഇഷ്ടപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞതുപോലെ, അള്ളാഹുവിൻ്റെ റസൂൽ, എനിക്ക് ഒന്നും വ്യഭിചാരം എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതർദൗനഹു ലി ഉമ്മിക്, നിന്റെ ഉമ്മാക്ക് അത് നീ ഇഷ്ടപ്പെടുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല. റസൂൽ പറഞ്ഞു, വന്നാസു ലാ യർദൗനഹു ലി ഉമ്മഹാതിഹിം, ജനങ്ങളും അങ്ങനെ തന്നെയാണ്, അവരുടെ ഉമ്മമാർക്ക് ഈ സിന അവർ തൃപ്തിപ്പെടുന്നില്ല, അവർ ഇഷ്ടപ്പെടുന്നില്ല. അതർദൗനഹു, നീ നിന്റെ സഹോദരിക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. വന്നാസു ലാ യർദൗനഹു ലി അഖവാതിഹിം,
ജനങ്ങളും അങ്ങനെ തന്നെയാണ്. അവരവരുടെ സഹോദരിമാർ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഓരോന്ന് ചോദിച്ച് അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുമ്മഗ്ഫിർ ദംബഹ് വതഹിർ ഖൽബഹ് വഹസ്സിൻ ഫർജഹ്. അല്ലാഹു അദ്ദേഹത്തിന്റെ പാപം നീ പുറത്തു കൊടുക്കണമേ, അദ്ദേഹത്തിന്റെ ഹൃദയം നീ ശുദ്ധമാക്കണമേ. ഖൽബ് അല്ലാഹു ശുദ്ധിയാക്കിയാൽ അൽഹംദുലില്ലാഹ്. വഹസ്സിൻ ഫർജഹ്, അദ്ദേഹത്തിന്റെ ലൈംഗികാവയവം ഗുഹ്യാവയവം അത് അല്ലാഹുവെ നീ സംരക്ഷിക്കണമേ. പിന്നീട് അദ്ദേഹം ഇതുപോലുള്ളതിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നാണ്. നമുക്ക് വ്യഭിചാരം പോലെ, മദ്യപാനം പോലെ, കൊലപാതകം പോലെ, മോഷണം പോലെ, ഹറാമായ സമ്പാദ്യങ്ങൾ, ഇതെല്ലാം ബുദ്ധിയുള്ള ഒരാളും ഹൈറാണെന്ന് പറയുകയില്ല, നേരായ ബുദ്ധിയുള്ള ഒരാളും പറയുകയില്ല. അതാണ് അല്ലാഹു നമുക്ക് ഹറാമാക്കിയത്. എത്ര നല്ല ദീനാണിത്, ഇതെത്ര എളുപ്പമുള്ള ദീനാണ്. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്റിസ് അലാ മാ യൻഫഉക വസ്തഈൻ ബില്ലാഹ്. നിനക്ക് ഉപകാരമുള്ള കാര്യം അത് നീ പരിശ്രമിക്കുക, അത് നീ ചെയ്യുക. വസ്തഈൻ ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം തേടുക, അല്ലാഹുവിനോട് സഹായം തേടുക. ദീന് പാലിക്കാൻ അല്ലാഹുവാണ് നമുക്ക് തൗഫീഖ് ചെയ്യേണ്ടത്. നോക്കൂ, ഇതേപോലെ ഒരു സംഭവം, ഇത് ആരുടെ കാര്യമാണ്? ഔസ് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. ഇത് ഇസ്ലാമിലെ ആദ്യത്തെ ലിഹാറായിരുന്നു എന്നാണ്. ഇസ്ലാമിലെ ആദ്യത്തെ ലിഹാർ ഇതായിരുന്നു. ലിഹാർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദർസിലും ഇന്ന് തുടക്കത്തിനും വിശദീകരിച്ചു. എന്നാൽ ഈ ആയത്തുകൾ, കഫാറത്തിന്റെ ഈ ആയത്തുകൾ ഇറങ്ങിയതിനു ശേഷം ഉണ്ടായ മറ്റൊരു ലിഹാറിന്റെ സംഭവം ശ്രദ്ധിക്കുക. ഇതുപോലെയാണ്. ഇസ്ലാമിന്റെ എത്ര എളുപ്പമുള്ള ദീനാണ് ഈ ദീനെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന സംഭവമാണിത്. എന്താണ്? ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അൽബാനി ഹദീസ് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സലമത്ത് ഇബ്നു സഖർ അൽ അൻസാരി എന്നുപേരുള്ള ഒരു സഹാബി, സലമത്ത് ഇബ്നു സഖർ അൽ അൻസാരി എന്നുപേരുള്ള ഒരു സഹാബി, അദ്ദേഹം റമദാനിൽ അദ്ദേഹം കുറച്ച് ഷഹ്വത്ത് കൂടുതലുള്ള ആളായിരുന്നു. അദ്ദേഹം ലൈംഗികമായ വികാരം കുറച്ച് അധികമുള്ള ആളായിരുന്നു. അദ്ദേഹം റമദാനിൽ പകലിൽ തനിക്കിത് സംഭവിച്ചു പോകുമോ എന്ന് പേടിച്ചു. റമദാനിന്റെ പകലിൽ ഇത് സംഭവിച്ചു പോകുമോ എന്ന് പേടിച്ച് അദ്ദേഹം പരിഹാരം കണ്ട എന്താ, എന്നാ ഒരു കാര്യം ചെയ്യാം, ഭാര്യ തൽക്കാലത്തേക്ക് ദിഹാർ ചെയ്ത് കളയാം, തൽക്കാലത്തേക്ക് ദിഹാർ ചെയ്ത് കളയാം എന്ന് തീരുമാനിച്ചു. എന്താ ദിഹാർ? തലാഖ് അല്ല, ജാഹിലിയത്ത് തലാഖ് ആകുമായിരുന്നു. എൻ്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറയുക. ഇതദ്ദേഹം പറഞ്ഞു. എന്നാൽ റമദാനിൽ പകലിലല്ല, രാത്രി സമയത്ത് അദ്ദേഹം തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന് സബർ കിട്ടിയില്ല. അപ്പൊ ഇദ്ദേഹം അതിനുശേഷം പ്രയാസമായി. ദിഹാർ ചെയ്തു, എന്നിട്ട് വീണ്ടും ബന്ധപ്പെടുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ കൗമിൻ്റെ, അദ്ദേഹം ബനു സുറൈഖ് ഗോത്രത്തിൽപ്പെട്ട, അതിലൊരു ഉപഗോത്രമുണ്ട് ബയാദ, ആ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. എന്നിട്ട് അദ്ദേഹം തൻ്റെ കൗമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ആ തൻ്റെ ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ആളുകളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇൻതലുഖൂ മഈ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഒന്ന് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എൻ്റെ കൂടെ വരുമോ? ഇതിനെക്കുറിച്ച് ചോദിക്കാൻ അദ്ദേഹം തൻ്റെ കൂടെ വരാൻ തൻ്റെ കൗമിലെ ചില ആളുകളോട് ആവശ്യപ്പെട്ടു. ഫഉഖ്ബിറുഹു ബിഅംരി, ഞാൻ എൻ്റെ കാര്യം റസൂലുള്ളാഹിനോട് ചോദിക്കട്ടെ. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ലാ വല്ലാഹ്, ഞങ്ങൾ വരില്ല. ലാ നഫ്അലു നതഖവഫു അൻ യുൻസല ഫീനാ, ഞങ്ങൾക്കെതിരെ അള്ളാഹ് എന്തെങ്കിലും ആയത്തിറക്കി കളയുമ്പോൾ നമുക്ക് പേടിയാവുന്നു. ഇങ്ങനത്തെ മസാലയും കൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്തെങ്കിലും ആയത്തുകൾ നമുക്കെതിരിൽ ഇറങ്ങുന്നത് നമ്മൾ പേടിക്കുന്നു. ഔ യഖൂല ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അലൈനാ ആറുഹ, അല്ലെങ്കിൽ റസൂലുള്ളാഹ് നമുക്കെതിരിൽ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് എന്തെങ്കിലും പറയുമോ എന്ന് ഞങ്ങൾ പേടിക്കും. പിന്നെ അത് നമുക്ക് എന്താവും, കാലാകാലത്തേക്ക് ഒരു ആറായി, ഒരു ന്യൂനതയായി, ഒരു അപമാനമായി തീരും. അള്ളാന്റെ റസൂൽ നമ്മളെ കുറിച്ച് മോശമായി പറഞ്ഞാൽ. ഉമറുൽ ഖത്താബ് ഇതുപോലെ പേടിച്ചിരുന്നു എന്നാണ്. ഏത് സമയത്ത്? ഫത്ഹ് മക്ക സമയത്ത്. കാരണം ഹുദൈബിയയിൽ ചെന്ന് ഉംറക്ക് ചെന്ന അള്ളാഹുവിന്റെ റസൂലും സഹാബികളും ഉംറ നടത്താതെ തിരിച്ചു വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു സഹിക്കാൻ പറ്റില്ല. റസൂൽ ഖുറൈശികളുമായി കരാറുണ്ടാക്കി, ഈ വർഷം ഉംറയില്ല, നമ്മൾ തിരിച്ചു പോകുന്നു, ഇനി ഇവിടുന്ന് മുസ്ലിമായി അങ്ങോട്ട് വന്നാൽ നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല, നിങ്ങൾക്ക് സ്വീകരിക്കാം,
മുസ്ലിം മദീനത്ത് നിന്ന് ആരെങ്കിലും കാഫിറായി അങ്ങോട്ട് പോയാൽ അവർക്ക് സ്വീകരിക്കാം. എന്നാൽ മക്കത്ത് നിന്ന് ആരെങ്കിലും മുസ്ലിമായി വന്നാൽ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഹുദൈബിയയിലെ കരാർ. ഉമറിന് ദേഷ്യം പിടിച്ചു. ഉമർ സഹിക്കാൻ പറ്റില്ല. റസൂലുള്ളാഹിനോട് എന്നിട്ട് ചോദിച്ചു, നബിയെ ഈ ദീന് ഹക്ക് തന്നെയല്ലേ? ഹക്കായ ദീനിൽ തന്നെയല്ലേ ഞങ്ങളുള്ളത്? ഉംറ ചെയ്യുമെന്ന് താങ്കൾ സ്വപ്നം കണ്ടതല്ലേ? പിന്നെന്താണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ വർഷം ഉംറ ചെയ്യുമെന്ന് ഞാൻ എന്നോട് പറഞ്ഞോ? ഇല്ല. എന്നാ പോയിക്കോളും. അബൂബക്കറിനോട് ചെന്നിട്ട് ഇതേ ചോദ്യം ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞ അതേ മറുപടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ വർഷം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹു ആ സ്വപ്നം സത്യമാക്കുമെന്നാണ് സൂറത്തുൽ ഫത്ഹിന്റെ അവസാനത്തെ ആയത്തിൽ പറഞ്ഞത്. ലഖദ് സദഖല്ലാഹു റസൂലഹു റുഅ്യാ ബിൽ ഹഖ് ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ. സൂറത്തുൽ ഫത്ഹിലെ അവസാന ഭാഗത്ത് കാണാം. നമ്മൾ പഠിച്ചാണല്ലോ ആ സൂറത്തിന്റെ തഫ്സീർ. അള്ളാഹു റസൂലിന് കാണിച്ച സ്വപ്നം അത് ഹക്കായ സ്വപ്നം തന്നെയാണ്. അപ്പൊ ഉമർ നബിയോട് ഇങ്ങനെയൊക്കെ ദേഷ്യം പിടിച്ച് പറഞ്ഞല്ലോ. എന്നിട്ട് യാത്ര പോകുമ്പോൾ ഉമർ ഇങ്ങനെ പേടിച്ചു. എന്ത്? എനിക്കെതിരെ അള്ളാഹു ആയത്ത് വല്ലതും ഇറക്കുമോ എന്ന് പേടിച്ചു. റസൂലുള്ളാഹിനോട് ഇങ്ങനെ പറഞ്ഞു പോയല്ലോ. അപ്പൊ അത് ആയത്തുകൾ ഇറങ്ങിയെന്നും കേട്ടു. ഉമർ പേടിച്ചു അല്ലാതെയായി. പക്ഷേ ഏതാണ്? ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന സൂറത്തുൽ ഫത്ഹ്, വ്യക്തമായ വിജയം ഓ നബിയെ താങ്കൾക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ഹുദൈബിയ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക് പിന്നീട് അനുകൂലമായി മാറുകയാണ് ചെയ്തത്. വലിയ ഖൈറുകൾ അതുകൊണ്ട് പിന്നീട് ഉണ്ടായി. ആദ്യം ആളുകൾക്കത് ഷർറാണെന്ന് തോന്നിയെങ്കിലും അല്ല, ഭൂരിപക്ഷം പേർക്കും എന്താണ് തോന്നിയത്? അത് ഷർറായിരുന്നു എന്നാണ് തോന്നിയത്. അതുകൊണ്ടാണ് പറഞ്ഞത് അവരേറ്റവും ഖൈറിന്റെ ആളുകളാണ്. എന്നിട്ട് വരെ അവരിലെ ഭൂരിപക്ഷം വിചാരിച്ച കാര്യം തെറ്റായിരുന്നു. അപ്പൊ പിന്നെ ഒരു വിവരമില്ലാത്ത, ബുദ്ധിയില്ലാത്ത, തിന്മയുടെയും വൃത്തികേടിൻ്റെയൊക്കെ ആളുകളിൽ കുറച്ച് ആളുകൾ ഭൂരിപക്ഷത്തിനനുസരിച്ച് ഹറാമും ഹലാലും തീരുമാനിക്കാൻ അങ്ങനെ ഉണ്ടാവും. ഹറാമും ഹലാലും 3-7 വോട്ടുകൾക്ക് ഹറാം ഹലാലാക്കിയിരിക്കുന്നു, ഹലാൽ ഹറാമാക്കിയിരിക്കുന്നു. അപ്പം അള്ളാഹുവിൻ്റെ ദീനിൽ അതിന് യാതൊരു സ്ഥാനവുമില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. പറഞ്ഞു വന്നത് ഈ ആയത്ത് ഇങ്ങനെ ഇറങ്ങുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്നു എന്ന് ഇദ്ദേഹത്തിൻ്റെ സലമത്ത് ഇബ്നു സഖർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖൗമിലെ ആളുകൾ പറഞ്ഞു. ഞങ്ങൾ വരുന്നില്ല ചോദിക്കാൻ, നിങ്ങൾ പോയിക്കോളൂ. അല്ലെങ്കിൽ റസൂലുള്ളാഹി ഞങ്ങളോട് വല്ലതും പറഞ്ഞേക്കും നിങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് വലാകിൻ ഇദ്ഹബ് അൻത ഫസ്ന മാ ബദലക്, നിങ്ങൾ തന്നെ പോയിക്കോ, എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ. അദ്ദേഹം പറയുന്നു, ഫഖറജ്തു ഹത്താ അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബർതുഹു ഖബരി, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിട്ട് എൻ്റെ കാര്യം പറഞ്ഞു. ഫഖാല ലി, അപ്പോൾ റസൂലുള്ളാഹി എന്നോട് ചോദിച്ചു, അൻത ബിദാക്, നീ അങ്ങനെ ചെയ്തോ? ഫഖുൽതു അന ബിദാക്, അത് നബി അങ്ങനെ ചെയ്തു പോയി. അപ്പോൾ റസൂലുള്ളാഹി വീണ്ടും ചോദിച്ചു, അൻത ബിദാക്, നീ അങ്ങനെ ചെയ്തോ? ഫഖുൽതു അന ബിദാക്, അദ്ദേഹം പറഞ്ഞു അത് നബി ഞാൻ ചെയ്തു പോയി. വീണ്ടും ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, നഅം ഹാ അന ദാ, ഇതാ നബിയെ ഞാൻ വന്നിരിക്കുന്നു, എടുത്ത് പറ്റിപ്പോയി, പക്ഷെ ഞാനിതാ വന്നിരിക്കുന്നു. ഫഅംദി ഫിയ ഹുക്മ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധി എന്താണോ അത് എൻ്റെ കാര്യത്തിൽ താങ്കൾ നടപ്പിലാക്കിയാലും ഫഇന്നി സാബിറുൻ ലഹു, ഞാനത് ക്ഷമയോടെ അത് ചെയ്തോളാം. ഈ ആയത്തുകൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ഇബ്നു കസീർ പറയുന്നത്. കാരണം ഖൗലയുടെ ഔസിന്റെ വിഷയത്തിൽ നേരത്തെ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅതിഖ് റഖബ, എന്ത് ചെയ്യുക? ഒരടിമയെ മോചിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു റഖബത്തിന് എന്താണ് നേരെ ഭാഷയിൽ അർത്ഥം? കഴുത്ത്. അപ്പൊ ഈ സഹാബി എന്ത് ചെയ്തു? ഫദറബ്തു സഫഹത റഖബതി ബിയദി, അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ കൈകൊണ്ട് എൻ്റെ കഴുത്തിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, ലാ വല്ലദീ ബഅസക ബിൽ ഹഖ്, താങ്കളെ ഹക്കുമായി അയച്ച അള്ളാഹു തന്നെയാണ് സത്യം, അള്ളാഹുവിന്റെ റസൂലെ, മാ അസ്ബഹ്തു അംലികു ഗൈറഹ, ഇക്കഴുത്തല്ലാതെ വേറൊരു കഴുത്ത് എൻ്റെ കയ്യിലില്ല, ഒരു അടിമ എൻ്റെ കയ്യിലില്ല. അദ്ദേഹം ഫഖീറായ സഹാബിയാണ്. ഖാല ഫസും ഷഹറൈനി മുതതാബിഈൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എങ്കിൽ 2 മാസം നോമ്പെടുക്കുക. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് വഹൽ അസാബനി മാ അസാബനി ഇല്ലാ ഫി സിയാം, എനിക്കിത് ഉണ്ടായത് തന്നെ നോമ്പോണ്ടല്ലേ, ഇതിപ്പോ സംഭവിച്ചത് എന്തുകൊണ്ടാ? നോമ്പോണ്ടാണല്ലോ, എനിക്ക് നോമ്പിലാണല്ലോ ഇത് സംഭവിച്ചത് നബിയെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതസദ്ദഖ്, എങ്കിൽ നീ എന്ത് ചെയ്യുക? സദഖ കൊടുക്കുക. ഏത്? 60 സാധുക്കൾക്ക്, മിസ്കീനുകൾക്ക്
ഭക്ഷണം കൊടുക്കുക. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, നബിയെ താങ്കളെ ഏത് ഹക്കുമായാണോ അയച്ചത്, അള്ളാഹ് ഹക്കുമായി അയച്ച അള്ളാഹു അവൻ തന്നെ സത്യം. ലഖദ് ബിത്നാ ലൈലതനാ ഹാദിഹി വഹ്ശാ മാ ലനാ അശാ, ഇന്നലെ രാത്രി വരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, വിശന്ന് കഴിയായിരുന്നു. പിന്നെ എങ്ങനെയാണ് 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക? ഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബ് ഇലാ സാഹിബി സദഖത്തി ബനി സുറൈഖ്, ബനു സുറൈഖ് ഗോത്രത്തിലെ സകാത്ത് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഗോത്രമാണ് ബനു സുറൈഖ്, അവരുടെ അടുത്തേക്ക് ചെല്ലുക. ഫഖുൽ ലഹു, എന്നിട്ട് പറയുക, ഫല്യദ്ഫഅഹുമാ ഇലൈക, നിനക്ക് ആ സകാത്തിൽ നിന്ന് തരാൻ പറയുക. ഫഅത്ഇം അൻക മിൻഹ വസ്ഖം മിൻ തംറിൻ 60 മിസ്കീനൻ ثم استعن بسائره عليك وعلى عيالك, അതിൽ നിന്ന് ഒരു വസ്ക് എടുത്ത് അഥവാ 60 സാ എടുത്ത് 60 സാധുക്കൾക്ക് കൊടുക്കുക, ബാക്കി നിനക്കും നിന്റെ കുടുംബത്തിനും എടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാൽ, ഇദ്ദേഹം പറഞ്ഞു, ഫറജഅതു ഇലാ ഖൗമി, ഞാൻ എൻ്റെ ഖൗമിൻ്റെ അടുത്തേക്ക് ചെന്നു. നേരത്തെ പോയി ചോദിച്ചിരുന്നല്ലോ, നിങ്ങൾ കൂടെ വരുമോ? ഫഖുൽതു, എന്നിട്ട് പറഞ്ഞു, വജദ്തു ഇൻദകും അദ്ദീഖ വസൂഅ അർറഅി, നിങ്ങളടുത്ത് ഞാൻ കണ്ടത് കുടുക്കമാണ്, നിങ്ങൾ എന്നെ ആകെ കുടുക്കികൾ. ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ മോശമായ അഭിപ്രായമാണ് നിങ്ങളുടേത്. എന്നാൽ വവജദ്തു ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സഅത വൽ ബറക, റസൂലുള്ളാഹിന്റെ അടുത്ത് ഞാൻ കണ്ടത് എന്താണ്? അസ്സഅത വൽ ബറക, വിശാലതയും ബറകത്തുമാണ് ഞാൻ കണ്ടത്. ഖദ് അമറ ലീ ബിസദഖതികും, സദഖത്ത് എനിക്ക് തരാൻ റസൂലുള്ളാഹി കൽപ്പിച്ചിരിക്കുന്നു. സദഖ എന്ന് സക്കാത്തിന് സദഖയെന്നും മാറി മാറി പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഉപയോഗിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഫദ്ഫഉഹ ഇലയ്യ, അതുകൊണ്ട് എനിക്കിതാ തരണം. ഫദഫഉഹ ഇലൈ, അദ്ദേഹം പറഞ്ഞു എനിക്ക് അവർ തരികയുണ്ടായി. ഇതേ സമാനമായൊരു സംഭവം സഹീഹുൽ ബുഖാരിയിൽ റമദാനിന്റെ പകലിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരാളുടെ കാര്യത്തിൽ കാണാം. സമാനമായൊരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ കഫാറത്താണല്ലോ അതിനുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പറഞ്ഞു അവസാനം എന്തിലേക്ക് എത്തി? 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാന്നുള്ളതിലേക്ക് എത്തി. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയെ എന്നെക്കാളും സാധുവിനാണോ കൊടുക്കാൻ പറയുന്നത്? എന്നെക്കാളും സാധുവിനാണോ ഞാൻ കൊടുക്കേണ്ടത്? ഈ മദീനയിലെ 2 അതിരുകൾക്കുള്ളിൽ എന്നെക്കാളും ഫക്കീറായ ഒരാളില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സകാത്തിന്റെ സദഖയിൽ നിന്നൊരു ഭാഗം വന്നിരുന്നു. അപ്പോൾ റസൂലുള്ള കൊടുത്തിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഉപയോഗിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ നോക്ക്, ഇതാണ് പറയുന്നത് ഇസ്ലാമിന്റെ യഥാർത്ഥ മസ്ദറിൽ നിന്ന് കിട്ടിയ വിജ്ഞാനം. നോക്ക്, അതെത്ര എളുപ്പമുള്ളതാണ്. അള്ളാഹുവിന്റെ ദീൻ എത്ര വിശാലമാണ്, എത്ര ഖൈറാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹറാമും ഹലാലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. റസൂലുള്ള ഹറാമാക്കിയത് ഹലാലാക്കാൻ ഒരാൾക്കും അവകാശമില്ല. അള്ളാഹിന്റെ റസൂലിന്റെ വാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് നടക്കുമോ, ഇപ്പം ശരിയാവോ എന്ന് ചോദിക്കരുത്. എന്നാൽ അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലാക്കിയത് ഹറാമാക്കാനും ഒരാൾക്കും അവകാശമില്ല. അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയാതെ നിങ്ങൾ ഹാദാ ഹലാൽ വഹാദാ ഹറാം എന്ന് പറയുകയോ, ഇത് ഹലാൽ ഇത് ഹറാം എന്ന് നിങ്ങൾ പറയുകയോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതുപോലെ. ഇതാണ് സലമത്ത് ഇബ്നു സഖർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിലുണ്ടായ സംഭവം. സലമത്ത് ഇബ്നു സഖർ റളിയല്ലാഹു അൻഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇവിടെ മോചിപ്പിക്കേണ്ടത് ഫതഹരീറു റഖബ. ആദ്യത്തെ കഫാറത്തിൽ ആദ്യം എന്താ? അടിമയെ മോചിപ്പിക്കുക എന്നതാണ്. ഇമാം ഇബ്നു കസീർ പറഞ്ഞു, ഐ ഫഇതാഖു റഖബത്തിൻ കാമിലത്തിൻ മിൻ ഖബ്ലി അൻ യതമാസ്സ, ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ദിഹാർ ചെയ്തവൻ ഒരടിമയെ മോചിപ്പിക്കണം. ഫഹാഹുന അർറഖബതു മുത്ലഖത്തുൻ ഗൈറു മുഖയ്യദത്തിൻ ബിൽ ഈമാനി, ഇവിടെ തഹരീർ റഖബ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരടിമ, മുഅ്മിനായ അടിമ എന്ന് ഈ ആയത്തിലില്ല. എന്നാൽ വഹിയ കഫാറത്തുൽ ഖത്ലി മുഖയ്യദത്തുൻ ബിൽ ഈമാൻ, വഫീ കഫാറത്തുൽ ഖത്ലി മുഖയ്യദത്തുൻ ബിൽ ഈമാൻ, അബദ്ധത്തിൽ ഒരു ആളെ കൊന്നുപോയാൽ പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ ആയത്തിൽ എന്താണ്? വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ ഫതഹരീറു റഖബത്തിൻ മുഅ്മിനത്തിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളെ അബദ്ധത്തിൽ കൊന്നുപോയാൽ മുഅ്മിനായ ഒരു അടിമയെ മോചിപ്പിക്കണമെന്നാണ്.
അവിടെ റഖബത്തി മുഅ്മിന എന്ന് കാണാം. എന്നാൽ ഈ ആയത്തിൽ റഖബ എന്ന് മാത്രമേ ഉള്ളൂ. ഫഹമല അശ്ശാഫിഈ ബിൻ കസീർ പറയുന്നു, ഫഹമല അശ്ശാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം ഷാഫിഈ പറഞ്ഞു, മാ അത്റഖ ഹാഹുനാ അലാ മാ ഖയ്യദ ഹുനാക്, ഇവിടെ ഉപാധിയില്ലാതെ മുഅ്മിനെന്നോ അല്ലെന്നോ പറയാതെ പറഞ്ഞ റഖബത്ത് മറ്റേ ആയത്തു നിന്ന് അതിൽ നിന്ന് ആ ഉപാധി ഇതിനും ബാധകമാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിമായ അടിമയാണ് മോചിപ്പിക്കേണ്ടതെന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു. ലിത്തിഹാദിൽ മൂജിബി വഹുവ ഇത്ഖുർ റഖബ, കാരണം ഇവിടെ പറഞ്ഞ നിർബന്ധമാക്കപ്പെട്ട കാര്യം ലിത്തിഹാദിൽ മൂജബ് വഹുവ ഇത്ഖുർ റഖബ, അടിമ മോചനം എന്ന് പറഞ്ഞത് രണ്ടിടത്തും ഒന്നാണ്. അപ്പോൾ ആ പറഞ്ഞത് ഇവിടെയും ബാധകമാണ്. വേറെ വ്യത്യാസം ഒന്നും അവിടെ ഇവിടെയും വേർതിരിക്കാനില്ല. واعتضد في ذلك بما رواه عن مالك بسنده عن معاوية بن الحكم السلمي في قصة الجارية السوداء. അതിനുള്ള വേറൊരു തെളിവെന്താ, നമ്മളൊക്കെ കേട്ട ഒരു അടിമ സ്ത്രീ, ഒരു കറുത്ത അടിമ സ്ത്രീയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുആവിയ ഇബ്നുൽ ഹകം സുലമി, ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ മുആവിയ അല്ല, അദ്ദേഹം മുആവിയ ഇബ്നു അബി സുഫിയാനാണ്. ഇത് മുആവിയ ഇബ്നുൽ ഹകം എന്നു പേരുള്ള സഹാബി തൻ്റെ അടിമയെ അടിച്ചു, എന്തോ ദേഷ്യത്തിന് അടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് കൊണ്ടുവന്നു മോചിപ്പിക്കാൻ. അദ്ദേഹത്തിന് പ്രയാസം തോന്നി. മോചിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ റസൂലുള്ള രണ്ട് ചോദ്യം ചോദിച്ചില്ലേ? എന്താണ് ഒന്നാമത്തെ ചോദ്യം? അയ്നല്ലാഹ്, എവിടെയാണ് അള്ളാഹു? അയ്നല്ലാഹ് റസൂലുള്ളാഹിന്റെ ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യം തെറ്റല്ല, ചോദ്യം ശരിയായ ചോദ്യമാണത്. അയ്നല്ലാഹ്, അവർ പറഞ്ഞു, സാധുവായ അടിമയായ ആ സ്ത്രീ പറഞ്ഞു, ഫിസ്സമാ, അള്ളാഹു മുകളിലാണ്, ഏഴാകാശങ്ങൾക്ക് മുകളിലാണ് അള്ളാഹു. ഇപ്പൊ സഹാബിമാരിലെ അടിമകളായ ആളുകൾക്ക് വരെ, അടിമകൾ എന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും പല ശുഗലിലും ആയിരിക്കും. ഇൽമിന്റെ മജ്ലിസിൽ വന്നിരിക്കാനും ദീൻ ആഴത്തിൽ പഠിക്കാനൊന്നും അവർക്ക് അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവർക്ക് ഉത്തരവാദിത്തം പലതുണ്ടല്ലോ. അവർക്ക് പോലും അറിയുന്ന ഇൽമാണ് എന്ന് പറഞ്ഞാൽ അത്രയും സഹാബിമാർക്കിടയിൽ അറിയപ്പെട്ട വിജ്ഞാനമാണ്. അല്ല, ഇത് മനുഷ്യന്റെ ഫിത്രത്തിലുള്ളതാണ്, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിലുള്ളതാണ്. അള്ളാഹു മുകളിലാണുള്ളത്. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളോട് പോയി ചോദിച്ചാൽ അവർ അള്ളാഹ് എവിടെയെന്ന് ചോദിച്ചാൽ അവളൊക്കെ കൈ കാണിക്കും. ജർറിബ് പരീക്ഷിച്ചോളൂ, സംശയമല്ല. കുട്ടികളോട് പോയി ചോദിച്ചോളൂ മുകളിലാന്ന് പറയും, ഇൻഷാ അള്ളാഹ്. അത് ഫിത്രത്തിലുള്ളതാണ്, മനുഷ്യന്റെ പ്രകൃതിയിലുള്ളതാണ്. മനുഷ്യർ പ്രയാസം ഉണ്ടാകുമ്പോൾ അവന്റെ കൽബും കണ്ണും മുകളിലേക്കാണ് പോവുക. തൂണിലും തുരുമ്പിലൊക്കെ റബ്ബുണ്ടെന്ന് പറയുന്നവരും ഇതാ മുകളിലൊരുത്തം കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വേണം എന്നിടക്ക് പറയും. അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഫിത്രത്തിടക്ക് പതഞ്ഞു പോകുന്നതാണ്. ശുദ്ധ പ്രകൃതി മനുഷ്യനിലുള്ളതാണല്ലോ, അതിടക്ക് പതഞ്ഞു പോകും. ഒരു കടുത്ത നിരീശ്വരവാദി മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരാളാണത്രേ. ഈയിടക്ക് അറ്റാക്ക് വന്നപ്പോൾ അള്ളാഹിനെ വിളിച്ചു കൊണ്ടുവന്ന് 2 ദിവസം മുമ്പ് ഒരു സഹോദരൻ പറയുകയുണ്ടായി, കടുത്ത നിഷേധിയാണ്. അറ്റാക്ക് വന്നപ്പോൾ കാർൽ മാർക്സിനെ വിളിച്ചില്ല, ആരെ വിളിച്ചു? അള്ളാഹിനെ വിളിച്ചു. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ ഫിത്രത്തിലുള്ളതാണ്. ഈ സഹാബിയുടെ ഈ അടിമ സ്ത്രീയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ചോദ്യം ചോദിച്ചതിന് ശേഷം അള്ളാഹു എവിടെ, പിന്നെയോ ഞാൻ ആരാണ്? അപ്പോൾ അവര് അൻത റസൂലുള്ളാഹ് എന്ന് മറുപടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്തിഖഹാ ഫഇന്നഹാ മുഅ്മിന, അവരെ മോചിപ്പിക്കുക, അവൾ മുഅ്മിനത്താണ്. അപ്പോൾ ആ ഹദീസും കൂടി ഇമാം ഷാഫിഈ ഇവിടെ പറഞ്ഞ അടിമ അത് മുസ്ലിമായ അടിമ എന്നാണ് ഉദ്ദേശം, മുഅ്മിനായ അടിമയെ തന്നെ മോചിപ്പിക്കണം എന്നതിന് ഇമാം ഷാഫിഈ തെളിവ് പിടിച്ചിട്ടുണ്ട്. ആ ഹദീസും അതുപോലെ നേരത്തെ പറഞ്ഞ ആയത്തിലും മുഅ്മിനത്ത് എന്ന ഖൈദ് വന്നിട്ടുണ്ട്, എന്ന ഉപാധി അടിമക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിൽ ആ ഉപാധി പറഞ്ഞിട്ടില്ല, ഫതഹ്രീറു റഖബ. പക്ഷെ മറ്റെടുത്ത് പറഞ്ഞതും റസൂലുള്ളാഹിന്റെ ഹദീസും ബാധകമാണെന്ന് ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. അള്ളാഹു പറയുന്നു, ഫതഹ്രീറു റഖബത്തിൻ മുഅ്മിനത്തിൻ മിൻ ഖബ്ലി അൻ യതമാസ്സ ദാലികും തുഅദൂന ബിഹ്, അതാണ് നിങ്ങളോട് ഉപദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഐ തുസ്ജറൂന ബിഹി, നിങ്ങൾ ഇതുപോലത്തത് ചെയ്യരുത്. കഫാറത്തിന് കാരണമാകുന്ന പ്രവർത്തനം ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. ചെയ്തിട്ടുന്ന പ്രായശ്ചിത്തം കൊടുത്താൽ പോരെ എന്ന നിലക്ക് പാടില്ല. ഇപ്പോൾ ഹജ്ജിന്റെ ഇഹ്റാമിന് എതിരായ ചില കാര്യങ്ങൾ ചെയ്താൽ, ഇഹ്റാമിന് നിരക്കാത്ത ചില കാര്യങ്ങൾ ചെയ്താൽ ആടിനറക്കണം, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ നോമ്പെടുക്കണം. 3 കഫാറത്തുണ്ട്. 3 ദിവസം നോമ്പ്, അല്ലെങ്കിൽ 6 സാധുക്കൾക്ക് അര സാ വീതം ഭക്ഷണം, അല്ലെങ്കിൽ ഒരു ആടിനറക്കുക. അപ്പൊ ചില ആളുകൾ ചെയ്യാറുണ്ട് അത്ര, ചില നാട്ടിന്
മുൻകൂറായി ഒരു ആടിനെ അങ്ങ് അറക്കേണ്ട പൈസ അടക്കും. എന്നിട്ട് പിന്നെ ധൈര്യത്തിൽ എന്തിനാണത്? അഥവാ വല്ലതും വന്നുപോയെങ്കിൽ എന്ന് ഏൽക്കാൻ. അപ്പോൾ ചില സന്ദർഭത്തിൽ അവരെന്ത് ചെയ്യും? ചെറിയ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായാൽ എഹ്റാമിന് വിരുദ്ധമായ കാര്യം ചെയ്യും. ഉദാഹരണത്തിന് തൊപ്പി ധരിക്കുക പോലെയുള്ളത് എഹ്റാമിൽ ധരിക്കാൻ പാടില്ലല്ലോ. അതുപോലെ പിന്നെ ഖുഫ് ധരിക്കുക, ഷൂ പോലെയുള്ളത് ധരിക്കുക പാടില്ല. അപ്പം ഇങ്ങനെ ചില ചെയ്യാറുണ്ട്. പാടില്ല. കാരണം കഫാറത്ത് എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ചെയ്യുന്നത് തെറ്റായതുകൊണ്ടാണ്. തെറ്റിനാണ് പ്രായശ്ചിത്തം. അനുവദനീയ കാര്യത്തിന് എന്തിനാ പ്രായശ്ചിത്തം? അതുകൊണ്ട് അള്ളാഹു പറയുന്നു ദാലിക്കും തുഅദൂന ബിഹി, ഇതാണ് നിങ്ങളോട് ഉപദേശിക്കപ്പെടുന്നത്, നിങ്ങളോടുള്ള വഅദ് ഇതാണ്, ഉപദേശം ഇതാണ്, നിങ്ങൾ ഇത് ചെയ്യാതിരിക്കാൻ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഖബീറാണ്. പിന്നീട് തൊട്ടടുത്ത ആയത്തിൽ അടിമമോചനത്തിന് സാധിക്കാത്തവർക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആ ആയത്ത് അള്ളാഹു അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ദാലിക ലിതുഅ്മിനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും റസൂലിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വേണ്ടിയാണിത്, വിശ്വസിക്കാൻ വേണ്ടിയാണിത്. വതിൽക ഹുദൂദുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്. ഐ മഹാരിമുഹു, അഥവാ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ. ഫലാ തൻതഹികൂഹാ, അതുകൊണ്ട് നിങ്ങളത് കളങ്കപ്പെടുത്താൻ പാടില്ല. വലിൽ കാഫിരീന അദാബുൻ അലീം, കാഫറുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇബ്നു കസീർ പറയുന്നു ഐ ഫിദ്ദുന്യാ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തുമുണ്ട്. ഇതാണ് ളിഹാറിന്റെ വിഷയം. ളിഹാറിന്റെ വിഷയം ഇതാണ്. കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച നമ്മളത് ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ആ മസാല പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ആവർത്തിച്ച് കേൾക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു പറയുന്നു അടുത്ത ആയത്ത്, ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം വഖദ് അൻസൽനാ ആയാതിൻ ബയ്യിനാത് വലിൽ കാഫിരീന അദാബുൻ മുഹീൻ. ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു, ഏതൊരു കൂട്ടരാണോ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് പ്രവർത്തിക്കുന്നത്, എതിർപ്പ് കാണിക്കുന്നത്, ഖുബിതു, അവർ അപമാനിക്കപ്പെടുന്നു, അവർ നിന്ദ്യരാക്കപ്പെടുന്നതാണ്. കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർ അപമാനിക്കപ്പെട്ടതുപോലെ. യഥാർത്ഥ വിജയവും അഭിമാനവും അന്തസ്സുമെല്ലാം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർക്കാണ്. അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്നവർ താൽക്കാലികമായി അവരെന്തൊക്കെ അഹങ്കാരവും അഹംഭാവവും താൻ പോരിമയും ഒക്കെ കാണിച്ചാലും ആഖിറത്തിൽ അവർക്ക് നിന്ദതയാണോ ഉള്ളത്. നോക്ക്, സൂറത്ത് സാദിൽ അള്ളാഹു പറഞ്ഞ ഒരായത്ത്, നരകത്തിൽ പെട്ടുകഴിഞ്ഞാൽ അവർ പറയും എന്താണ്? വഖാലു മാ ലനാ ലാ നറാ റിജാലൻ കുന്നാ നഉദ്ദുഹും മിനൽ അശ്റാർ. നരകത്തിൽ പെട്ടിട്ട് അവർ പറയുകയാണ് മാലന, എന്താണിത്? ലാ നറ, നമ്മൾ കാണുന്നില്ലല്ലോ, റിജാലൻ, ചില ആളുകളെ. നരകത്തിൽ അവർ പെട്ടിട്ട് അവർ പറയുന്നു, നരകത്തിൽ എന്താ ഞങ്ങൾ ചില ആളുകളെ കാണാത്തത്? കുന്നാ നഉദ്ദുഹും മിനൽ അശ്റാർ, മോശക്കാരായി ഞങ്ങൾ എണ്ണിയിരുന്ന ചില ആളുകളെ നരകത്തിൽ കാണുന്നില്ലല്ലോ. അവരാരെ എണ്ണിയത്? ഖൈറിന്റെ, അള്ളാഹു സ്വർഗത്തിലാക്കിയ ആളുകളെ ഇഹലോകത്ത് അവരെണ്ണിയത് മോശക്കാരായിട്ടാണ്, ഒന്നിനും കൊള്ളാത്തവരായി. അവർ ദീനിന്റെ ആളുകളെ കണ്ടു, പരിഹസിച്ചു, കുഴപ്പമുണ്ടാക്കി, ദ്രോഹിക്കാൻ ശ്രമിച്ചു. നരകത്തിലെത്തിയിട്ട് പറയുന്നു മാ ലനാ ലാ നറാ റിജാലൻ കുന്നാ നഉദ്ദുഹും മിനൽ അശ്റാർ അത്തഖദ്നാഹും സിഖ്രിയൻ അം സാഗത് അൻഹുമുൽ അബ്സാർ. ഞങ്ങൾ അവരെ വെറുതെ പരിഹസിച്ചു പോയതാണോ? അതല്ല, കണ്ണ് തെറ്റിപ്പോയതാണോ? അവരോട് ഉണ്ടായിട്ട് നമ്മൾ കാണാത്തതാണോ? ഓക്കെ, അള്ളാഹു പറയുന്നു ഇന്ന ദാലിക ലഹഖുൻ തഖാസുമു അഹ്ലിന്നാർ. ഹക്കാണിത്. നരകക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും. അവരിതൊക്കെ പറയും. ആദ്യം വന്നവർ പിന്നെ വരുന്നവരെ ശപിക്കും, പിന്നെ വരുന്നവർ ആദ്യം വന്നവരെ ശപിക്കും. നിങ്ങളാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചത്, നിങ്ങളാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത്. അപ്പോൾ ആദ്യം വഴിതെറ്റിച്ച ആളുകൾ, നേതാക്കന്മാർ പറയും നിങ്ങൾക്ക് മേലെ അധികാരമൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ അനുസരിച്ചു, നിങ്ങൾക്കും ഇതേ ശിക്ഷ. അങ്ങോട്ടും ഇങ്ങോട്ടും ലഅനത്ത്, ശാപവാക്കുകൾ ചൊരിയും. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പും കുഴപ്പവുമായിരിക്കും. അതൊക്കെ ഹക്കാണ്. തഖാസുമു അഹ്ലിന്നാർ, നരകക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരും തർക്കവും ഹക്കാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. അതുകൊണ്ട് അള്ളാഹുവിനെ റസൂലിനെ ധിക്കരിക്കുന്നവർക്ക് അപമാനമാണ്, സംശയം വേണ്ട. അഭിമാനവും അന്തസ്സും സമാധാനവും സൗഭാഗ്യവും എല്ലാം ഉള്ളത്
അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നതിലാണ്. കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം വഖദ് അൻസൽന, നാം ഇറക്കിയിട്ടുണ്ട് ആയാത്തിൻ ബയ്യിനാത്ത്, വ്യക്തമായ ആയത്തുകൾ, തെളിവുകൾ, വ്യക്തമായ ആയത്തുകളാണ് അള്ളാഹുവിൻ്റെ ആയത്തുകൾ. ഒരു സംശയവും ഇതിലില്ല, ഒരു സംശയവുമില്ല. ഇത് ഹക്കാണ്, ഈ ദീൻ ഹക്കാണ്. വലിൽ കാഫിരീന അദാബും മുഹീൻ, കാഫിറുകൾക്കുണ്ട് അദാബുൻ മുഹീനുൻ, അപമാനിക്കുന്ന ശിക്ഷ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം അവർ അഹങ്കാരം നടിച്ചിരുന്നു. അള്ളാഹിനോട് റസൂലിനോടുള്ള എതിർപ്പ് അവരുടെ അഹങ്കാരമാണ്. അവർ അപമാനിക്കുന്ന ശിക്ഷയാണ് ആഖിറത്തിലുള്ളത്. ഇബ്നു കസീർ പറയുന്നു, യുഖ്ബിറു തആല അമ്മൻ ശാഖുല്ലാഹ വറസൂലഹു വആനദു ശർഅഹു, അള്ളാഹുവിനെയും റസൂലിനെയും എതിർത്തവരെ കുറിച്ചും അള്ളാഹുവിൻ്റെ ദീനിനോട് എതിർപ്പ് കാണിച്ചവരെ കുറിച്ചും അള്ളാഹു അറിയിച്ചു തരുന്നു. കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർക്കുണ്ടായതുപോലെ ഉള്ള അപമാനം അവർക്കുണ്ട്. ഐ ഉഹീനു വലുഇനു വഉഖ്സു കമാ ഫുഇല ബിമൻ അശ്ബഹുഹും മിമ്മൻ ഖബ്ലഹും, ശപിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും നിന്ദരാക്കപ്പെടുകയും ചെയ്യും ഇവർക്ക് മുമ്പുള്ള ആളുകൾക്ക് സംഭവിച്ചതുപോലെ. നേരത്തെ പറഞ്ഞതിലൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, റമദാനിൽ പകലിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരാളുടെ സംഭവം ബുഖാരിയിലുള്ളത് ഞാൻ പറഞ്ഞു. ഇത് പകലിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട ആളുടെ കാര്യമല്ല ഇപ്പം നമ്മൾ വായിച്ച ഹദീസിലുള്ളത്. പിന്നെയോ ദിഹാറ് ചെയ്തു ഭാര്യയെ, എന്നിട്ട് ആ ദിഹാറ് പാലിക്കാൻ പറ്റാതെ റമദാനിലെ രാത്രിയിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടു പോയി. എന്നാൽ റമദാനിൽ പകലിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരാളുടെ സംഭവം ബുഖാരിയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പ്രയാസപ്പെട്ട് ഇഹ്തറഖ്തു, ഞാൻ നശിച്ചു പോയി, ഞാൻ കത്തിച്ചാമ്പലായിപ്പോയി എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് റസൂലുള്ളാഹി അടിമയെ മോചിപ്പിക്കാൻ ചോദിച്ചു, സാധിക്കില്ലെന്ന് പറഞ്ഞു. 2 മാസം നോമ്പ് വെക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു, അദ്ദേഹത്തിന് കഴിയില്ലെന്ന് പറഞ്ഞു. എന്നിട്ടാണ് പിന്നെ സദഖയിലേക്ക് കടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത് കഴിയില്ല. അത് കഴിയാത്തത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തതിന് ഇളവ് കൊടുത്തത്. പറഞ്ഞു വന്നത്, ഈ റമദാനിൻ്റെ പകലിൽ ഒരാൾ ഭാര്യയുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വളരെ കടുത്ത തെറ്റാണ്, വളരെ കടുത്ത തെറ്റാണ്. അതിൻ്റെ കഫാറത്ത് 3-1 ഏതെങ്കിലും എടുക്കാൻ പറ്റൂല. 2 ദിവസം നോമ്പ് വേണ്ട, എന്നാൽ 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാം. അത് 3 ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യലല്ല. പിന്നെ ഒന്നിന് സാധിക്കില്ലെങ്കിൽ മാത്രമേ അടുത്തതിലേക്ക് കടക്കാൻ പാടുള്ളൂ. ആ സഹാബിയുടെ സംഭവം അദ്ദേഹത്തിന് കഴിയാത്തത് കൊണ്ടാണ്. ആരും അതിനെ നിസാരവൽക്കരിക്കാൻ പാടില്ല. പിന്നെ അടുത്ത കാര്യം നോക്ക്, ഈ 2 സഹാബിമാരും അങ്ങേയറ്റത്തെ തൗബയുടെ മനസ്സുമായി, ഖേദത്തോടെ, പ്രായശ്ചിത്തത്തിന്റെ മനസ്സുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നത്. അപ്പോൾ അള്ളാഹു എളുപ്പാക്കി കൊടുത്തു. നോക്ക്, ഖൈർ ഉദ്ദേശിച്ചവന് അള്ളാഹു എളുപ്പാക്കി കൊടുക്കും. അതാണ് അതിലെ വലിയ പാഠം. ഖൈർ ഉദ്ദേശിച്ച് ചെന്നവന് സംഭവിച്ചത് തെറ്റാണ്. പക്ഷെ ആ തെറ്റിന്റെ പ്രായശ്ചിത്തം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതം കൂടി അതുകൊണ്ട് എളുപ്പമായി. അദ്ദേഹത്തിന് ഇല്ലാത്ത ഭക്ഷണം അദ്ദേഹത്തിന് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ തൗബയും ഇസ്തിഗ്ഫാറും ഉദ്ദേശിച്ചാൽ, നന്നാവാനും ഖൈറിന്റെ ആളാകാനും ഉദ്ദേശിച്ചവൻ ഇൻഷാ അല്ലാഹ് അള്ളാഹു എളുപ്പാക്കി കൊടുക്കും. അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ദീൻ എത്ര എളുപ്പമാണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. വഫഖനില്ലാഹു ഇയ്യാക്കും. ഇമാം ഇബ്നു കസീർ പറയുന്നു, അള്ളാഹു പറഞ്ഞു, വഖദ് അൻസൽന ആയാത്തിൻ ബയ്യിനാത്ത്, വ്യക്തമായ ആയത്തുകൾ നാം ഇറക്കിയിരിക്കുന്നു. ഐ വാദിഹാത്തിൻ ലാ യുആനിദുഹാ വലാ യുഖാലിഫുഹാ ഇല്ലാ കാഫിറുൻ ഫാജിറുൻ മുകാബിറുൻ. വ്യക്തമായ ആയത്തുകൾ എന്നാൽ വാദിഹാത്ത്, സുവ്യക്തമാണ്. ലാ യുആനിദുഹാ, അതിനെ എതിർക്കുകയോ, വലാ യുഖാലിഫുഹാ, അതിനോട് അഭിപ്രായ വ്യത്യാസം പറയുകയോ ചെയ്യുകയില്ല. ഇല്ലാ കാഫിറുൻ, കാഫിറായ, ഫാജിറുൻ, വൃത്തികെട്ടവനായ, മുഖാബിറുൻ, അഹങ്കാരിയായവനല്ലാതെ. അങ്ങനെയുള്ളവരെ അള്ളാഹിന്റെ ആയത്തുകളെ നിഷേധിക്കൂ, അതിനോട് എതിര് പറയൂ. മറിച്ച് മുഅ്മിനായ, നല്ലവനായ, വിനയമുള്ള ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പനക്ക്, അവന്റെ ആയത്തുകൾക്ക് കീഴൊതുങ്ങും, അവന്റെ ആയത്തുകളിൽ ഉറച്ചു വിശ്വസിക്കും. വലിൽ കാഫിരീന അദാബുൻ മുഹീൻ, കാഫിറുകൾക്ക് അപമാനകരമായ ശിക്ഷയാണുള്ളത്, അപമാനിക്കുന്ന ശിക്ഷയാണുള്ളത്. ഐ ഫീ മുഖാബലതി മസ്തക്ബറു അൻ ഇത്തിബാഇ ശർഇല്ലാഹ് വൽഇൻഖിയാദി ലഹു വൽഖുദൂഇ ലദൈഹി. അതായത് അവർ കാണിച്ച അഹങ്കാരത്തിന് പകരമായിക്കൊണ്ട് അള്ളാഹിന്റെ ദീൻ പിൻപറ്റാനും അതിന് കീഴൊതുങ്ങാനും അതിന്റെ മുന്നിൽ വിനയം കാണിക്കാനും അവർ വിസമ്മതിച്ചതിന് കാരണത്താൽ പരലോകത്ത് എന്താ ഉള്ളത്? അവർ അപമാനിക്കുന്ന ശിക്ഷ. ഈ ലോകത്ത് അവർ വലിയ പെരുമ നടിച്ചതിന് കാരണത്താൽ പരലോകത്ത് അപമാനിക്കപ്പെടും.
ഈ ലോകത്തെ അപമാനം എന്നൊരു അപമാനമല്ല കൂട്ടരെ. ഈ ലോകത്തെ മേന്മയും ഈ ലോകത്തെ പത്രാസൊന്നും ഒന്നുമല്ല, അത് തീർന്നു പോകും, അവസാനിക്കുന്നതാണ്. എന്താകട്ടെ ആരാകട്ടെ, പണമാകട്ടെ ഒഴിവാക്കി പോവും. സൗന്ദര്യവും നിന്റെ യൗവനവും ഒക്കെയാണോ നീ അപമാനിക്കുന്നത്? നരക്കും, വയസ്സാവും. അള്ളാഹു ദുനിയാവിനെ കുറിച്ച് പറഞ്ഞ വാക്ക് നോക്ക്, സഹറത്തുൽ ഹയാത്തി ദുനിയ, ചെടി ഇങ്ങനെ പുഷ്പിച്ചു വരുന്നത്, അതിനോടാണ് അള്ളാഹു ദുനിയാവിനെ ഉപമിച്ചത്. എത്രയാണ് നമ്മൾ കാണുന്നത്? അള്ളാഹു നമ്മുടെ കൺമുന്നിൽ എല്ലാ ഭാഗത്തും കൊണ്ടുവച്ചിരിക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ കാണുന്നു. എല്ലാ നേരവും പുറത്തിറങ്ങിയാൽ കണ്ണുള്ളവൻ കാണുന്നു അതിൻ്റെ പച്ചപ്പ്, അതിൻ്റെ യൗവനത്തിൻ്റെ അവസ്ഥ. എത്ര പെട്ടെന്നാണത് അത് മഞ്ഞയായി പിന്നെ ഉണങ്ങി വീഴുന്നത്. ഇതേപോലെയാണ് മനുഷ്യൻ, ഇതേപോലെയാണ് ദുനിയാവ്. എത്ര എത്ര മുന്തിയ വീടുകൾ ഇന്ന് നമ്മൾ കാണും. നമ്മളെ മക്കളെ കാലാകുമ്പോഴേക്കും പണ്ടത്തെ മോഡൽ അതിങ്ങനെയാണല്ലേ എന്ന് പറയും ആളുകൾ. ഇന്ന് നമ്മൾ പറയുന്നത് പോലെ അത് ഉണ്ടാക്കിയ കാലത്ത് അത് എന്തായിരുന്നു? ഇന്ന് നമ്മൾ കാണുന്ന പഴയ ചോർന്നൊലിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ ഉണ്ടാക്കിയ കാലത്ത് ഇതേപോലെ ഇന്ന് നമ്മൾ നോക്കി ഇങ്ങനെ അന്തം പെടുന്ന വീടുകൾ പോലെ തന്നെയായിരുന്നു പണ്ട് ഇതൊക്കെ. അതാണ് ഇങ്ങനെ ആയത്. ഇതേപോലെയാണ്. കുറച്ച് മുമ്പ് കണ്ട ചെറിയ കുട്ടിയാണല്ലോ, അവൻ ഇത്ര വലുതായല്ലോ, കുറച്ച് കഴിഞ്ഞാൽ കാണാം അവൻ്റെ വിവാഹം, പിന്നെ മക്കളെയും കൊണ്ട് വരുന്നത് കാണാം, വയസ്സാകുന്നത് കാണാം, അവൾ മരിച്ചു പോകുന്നു. ഇത് സഹോദരങ്ങൾ, ഈ മർഹലയിലൂടെ നമ്മൾ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മിനിറ്റ് കഴിയുമ്പോൾ അതാ നമ്മുടെ ഹയാത്താണ് തീർന്നത്, നമ്മളാണ് തീർന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹസൽ ബസരി പറഞ്ഞു, മജ്മുഅത്തുൻ മിനൽ അയ്യാം, കുറെ ദിവസങ്ങൾ. അതാണ് മനുഷ്യൻ. മജ്മുഅത്തുൻ മിനൽ അയ്യാം, മനുഷ്യൻ എന്നാൽ അവൻ കുറെ ദിവസങ്ങളാണ്. ഒരു ദിവസം കഴിയുമ്പോൾ നമ്മളാണ് തീർന്നത്, നമ്മളൊരു ഭാഗമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇതിലൊരു ഇറ്റുപോലും ഖൈറിലല്ലാതെ, ദുനിയാവിലോ ആഖിറത്തിലോ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിലല്ലാതെ, നല്ല നീയത്തിലല്ലാതെ കഴിഞ്ഞു പോകരുത്. അങ്ങനെ ആയാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ ഹയാത്ത് ബറക്കത്തുള്ള ഹയാത്തായിരിക്കും. അള്ളാഹുവിൻ്റെ നബിമാരുടെ, സാലിഹുകളുടെ, നല്ല ആളുകളുടെ ജീവിതം പോലെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച പറയാം. വല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ربنا تقبل منا إنك أنت السميع العليم والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.